അടിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾച്ചാളാരി എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സാർ. അപ്പോൾ ചങ്ങന്മാരെന്ന് നിൽക്കുന്ന ഒരു അൾട്രാലൈറ്റ് ഫിഷിംഗ് ആയിട്ട് ഇറങ്ങിയാണ്. നമ്മുടെ ചെക്കന്മാരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ആ ഫറോക്ക് പാലത്തിൻ്റെ താഴത്ത് ഇങ്ങനെ ചുമ്മാ ചെയ്തൊക്കെ ഏർപ്പിക്കണം. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വറ്റുണ്ട്. ഈ ചൂണ്ടൊക്കെ കണ്ടില്ലേ, അതിനതാ പോകുന്നുണ്ട്. അതിൻ്റെ താഴത്ത് കുറച്ചൊരു ഡേഞ്ചറാണ് ഇങ്ങോട്ട് ഇറങ്ങി വരില്ല കേട്ടോ. എന്നിരുന്നാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താക്കാം, പതിയെ ഇങ്ങനെ കാസ്റ്റ് ചെയ്തു. അപ്പം വെള്ളം ഇറക്കത്തിനെ നമുക്ക് ഈ റൂട്ടിനൊക്കെ വരാൻ പറ്റുള്ളൂ. മറ്റേ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അതും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ സമയത്തും എന്താകാൻ പറ്റില്ല. അതേമാതിരി ഇവിടെ വന്ന് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ആണ്ട് വീണെന്ന് കണ്ടൊക്കെ ആണെങ്കിൽ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ. ആ ഇവിടെ കുറച്ചും കൂടി ബെറ്ററാണെന്ന് തോന്നുന്നു. അടിച്ചു. ഓ ഹെജാതി ഡ്രാഗണ്. നല്ല സ്ട്രൈക്കാട്ടോ. അവിടെയാണ് കിടക്കണത് വിഷയം. അടുക്കണില്ലല്ലോ എത്തുക സാധനം. കുത്തി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആള്. ഇത് നോക്കിയേ, ഇതന്നെ ഇത് കൂടെ വെക്കാം. ഇതുകൂടെ തന്നെ പോരും വെക്കാരം. ഹെവി റിസ്ക് ആണ്. റിസ്ക് കാരണമൊക്കെ ആണെങ്കിൽ ഇതുമല്ലോ നേരിട്ട് പൊക്കാൻ പറ്റൂലേ. ഈ റോഡ് സാധനം പൊന്തിയാണ്. ബ്രൈഡ് പൊട്ടിയിലേക്ക് കിട്ടും. ഭാഗ്യണ്ടായി കയറി എത്തുക. രക്ഷപ്പെട്ട് ഇപ്പഴാ മനസ്സിലായത്. എത്തുവാ ഇത്ര വലിപ്പമുള്ള അടിക്കണ്ട, കേറൂല. നമ്മളെ അൾട്രാലൈറ്റിനാട്ടോ ഏകദേശം 1.5 കിലോ റേഞ്ചിക്കുള്ള സാധനമാണ്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലുത് നമുക്ക് ഇതുകൊണ്ട് തൂക്കാനും ഇങ്ങോട്ട് പറ്റൂല. അൾട്രാലൈറ്റിൻ്റെ സാധനം ആയതുകൊണ്ട് അടിപൊളിയാക്കാം. അതെല്ലാം നമുക്ക് അടുത്ത ആളെ നോക്കാം അല്ലേ. ഇത് നമ്മൾ ജിത്തുവിന് ഇവിടെ ഒന്ന് അടിച്ചു നോക്കാം.
അങ്ങനെ രാജ്യത്ത് നിന്ന് വലിച്ചു താഴത്തെ അതിൻ്റെ ഉള്ളിൽ പോയോ? പതിയെ 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 പിന്നെ നമ്മുടെ ഒരു കരളിട്ടയില് ഷാടാണ്. കമ്പനിക്ക് ഒരാളൊക്കെ ഉണ്ട് കേട്ടോ ചൂണ്ടക്ക്. നല്ല ഇണക്കുള്ളതാണല്ലോ. എല്ലാവരും മീൻ കൊടുത്ത് കൊടുത്ത് ശീലാക്കി വന്നിട്ടുണ്ടല്ലേ. ആ ഭാഗത്തല്ലേ നമ്മളെ കൂടെ ഉള്ളവനക്ക് തന്നെ അടിക്കണം. പുറ്റി അടിച്ചിട്ടോ. ചെറുതെന്തോ ആണ്, അധികം സൈസുള്ളതല്ല. വിലങ്ങടിച്ച് പോയിട്ടുണ്ട്. ആ അതതിൻ്റെ അയക്ക് നടക്കൂ. ഒന്ന് അടിച്ചോ കേട്ടോ. നമ്മളെ കൾട്ടിവൻ്റെ ചെറിയ വൈറ്റ് ഷാഡാണ്. റേഞ്ചിൽ നിന്നാണ് എന്താ നമുക്ക് അടി കിട്ടണത്. റേഞ്ചിലിട്ട് കുറച്ചൊന്ന് താവുന്നതിൻ്റെ ശേഷമാണ് അടിയിൽ നിന്നാണ് ഇത് കിട്ടണത്. പിന്നെന്താ വെച്ചാൽ മാക്സിമം നമ്മൾ സ്പീഡിൽ ഇതാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്മാർ ഓടിച്ച് ഇതാക്കും. നമ്മൾ കുറച്ച് സ്പീഡ് കൂടി വെച്ചിട്ടും ഒന്നുമില്ല, കുഴപ്പമില്ല ഇതിന്. ശരിക്ക് അവന്മാർ അതിനേക്കാളും സ്പീഡിലാണ് എന്താവുക അത് നമ്മളിടുന്ന ബൈറ്റ് ഇതാക്കുക. ഇത് ഡബിൾ ടൈൽ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താവും ഹുക്ക് വല്ല കയറും. ഏതായാലും നമുക്ക് അടുത്ത് കൊടുക്കാം. ആ കണ്ട് 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 അതിനെ വേദനാക്കാൻ പോണില്ല, ഒന്ന് പേടിപ്പിക്കാലോ. അടിച്ച് 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 അയ്യ കുറച്ച് അടുപ്പുണ്ട്, പക്ഷെ നല്ല കുത്തല കുത്തലായിരുന്നു. ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. അടിച്ച് അടിച്ച് ജിത്തുവിൻ്റെ അവിടെ ചൂണ്ട അപ്പുറത്തുനിന്ന് വന്നാൽ അതിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ വീണു. വിളിക്കുക 3 വരെ എണ്ണതിൻ്റെ മുമ്പ് 3 കുലുക്കൽ ഒഴിക്കുകയൊക്കെ ആണെങ്കിൽ മീൻ റെഡിയാണേ. നോക്കിക്കൊണ്ടേ അടിച്ച്
അടിച്ച് അടിച്ച് അയ്യേ അടിച്ച് സീരിയസ് അങ്ങനെ സമയമൊക്കെ ഏകദേശം ഇരുട്ടായിണ്. ഇവിടെ എന്താണ് ഏകദേശം ഒരു 1-2 കിലോ മീൻ ജിത്തു അവിടെ കുറിച്ചിട്ടുണ്ട്. 15 ഉണ്ടാവില്ല ഇതാ. ഇതൊക്കെ ഇരുട്ടായി പോയിട്ടോ. പിന്നെ നമ്മളിത് ഒരു 8-10 ഉണ്ടാവും. ഇതൊന്ന് കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്, ഏകദേശം ഒരു 400-500 ഉണ്ടാവൂലേ? ഇത് പറ്റാ അടിപൊളി. ഏതായാലും ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കി ടാറ്റാ.